സർ, ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ. ആ, ഞാൻ നോക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വമായ നമസ്കാരം. ഇന്ന് നാം ഇവിടെ ചേർന്നിരിക്കുന്നത് പുതിയൊരു ആശയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്ന് കേട്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ടാവും. എന്താണത്? അതെന്തിനാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ നാട്ടിലെ പാലിയേറ്റീവ് കെയർ വോളണ്ടറി ഓർഗനൈസേഷൻ ചെയർമാൻ അരുൺ സാർ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആദ്യം എനിക്ക് ഇങ്ങനൊരു ചാൻസ് തന്ന പാലിയേറ്റീവ് കെയറിനും IGH കവരത്തേക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും അറിയാവോ പാലിയേറ്റീവ് കെയറിനെ പറ്റി? കുറച്ചൊക്കെ അറിയാമല്ലേ? അപ്പോൾ എന്നെപ്പോലൊരാളെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല പാലിയേറ്റീവ് കെയറിൻ്റെയൊക്കെ കാര്യം പറയാൻ. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു തരട്ടെ പാലിയേറ്റീവ് കെയറിനെ പറ്റി. ഹലോ, ചേച്ചി, മോനെ എവിടെ കിടത്തിയേക്കുന്നത്? മോനെ ഞാനിപ്പോൾ കണ്ടല്ലോ, നമുക്ക് വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് നഴ്സുമാരെ ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവരൊന്നും മോനെ നോക്കും. ഞാൻ എല്ലാം അറിയിച്ചോളാം. ലക്ഷ്മി കോട്ടയം. ചേച്ചി, ഇതാ ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടറും നഴ്സുമാരും. നട്ടലിന് കാര്യമായ ശതം മേടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാളെ തന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. വീക്കിലി ഒരു 2-3 ടൈംസ് എന്തായാലും ചെയ്യേണ്ടി വരും. സിസ്റ്റർ എന്തായാലും പാലിയേറ്റീവ് റെസ്റ്റിലൊന്ന് എൻ്റർ ചെയ്തേക്ക്. പിന്നെ ഒരു വാട്ടർ ബെഡിനും കൂടെ റിക്വസ്റ്റ് കൊടുത്തേക്ക്. മോറോവർ ഹി നീഡ്സ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. പാലിയേറ്റീവ് കെയർ എന്നത് ഒരു ചികിത്സ മാത്രമല്ല,
അത് മനസ്സിൻ്റെ ഇടപെടലാണ്. രോഗിയുടെ വേദന കുറയ്ക്കാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിനും കുടുംബത്തിനും ഒപ്പം നിന്നുകൊണ്ട് ബാക്കി ദിനങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു സേവനമാണ്. ഈ അവസരത്തിൽ ഒരാൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്നത് കരുതലും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന തോന്നലുമാണ്. പിന്നെ ഹൃദയസ്പർശിയായ പരിചരണം. ഇതാണ് ഒരു പാലിയേറ്റീവ് കെയർ നൽകുന്നത്. പുറത്തേക്ക് ഇറക്കിയാലോ? അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതം ഡോക്ടർമാരും പാലിയേറ്റീവ് കെയറും വീണ്ടും പ്രതീക്ഷ നൽകി. എത്രയോ കിടപ്പ് രോഗികൾക്ക് ആശ്രയമാണ് പാലിയേറ്റീവ് കെയർ എന്ന് നിങ്ങൾക്കിതിലൂടെ മനസ്സിലായില്ലേ? In the gentle hands of those who care, I found peace beyond pain. Through my care was not in medicine alone. It was the love, comfort and presence of angel heads that truly healed my soul. Thank you for walking with me when I had no strength to.